ഞങ്ങളിന്ന് വീട്ടിൽ തന്നെയാട്ടോ. അപ്പോൾ വീട്ടിൽ നിന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഒരുപാട് നഴ്സറികളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റിവ്യൂ ചെയ്യുമ്പോൾ പലരും അതിൽ ചോദിക്കാറുണ്ട്, ഈ നഴ്സറികളൊക്കെ അടുത്തില്ലാത്തവർക്ക് പോയി മേടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ നമുക്കിത് വീട്ടിൽ കൊണ്ടുവന്ന് തരുന്ന ഏതെങ്കിലും ഒരു നഴ്സറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ചെയ്യുന്നവരുണ്ടോയെന്ന്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു പരിഹാരമായിട്ട് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകണം. അതായത് നമുക്ക് ആവശ്യമുള്ള ഫലവൃക്ഷങ്ങൾ പൂത്തതായാലും കാച്ചതായാലും വരെ നമുക്ക് വീട്ടിലെത്തിച്ച് തരും. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയ രാവിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ള ഫലവൃക്ഷങ്ങളാണ് നിങ്ങൾ ഈ കാണുന്ന വലിയൊരു ബോക്സ് കണ്ട. ഇത് ഏകദേശം 3 അടിന് മേലെ ഹൈറ്റ് ഉള്ള ചെടികളാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. അത് നോക്കിയാൽ അതിന്റെ പാക്കിംഗ് ഒക്കെ നോക്കിയാൽ നല്ല രീതിയിൽ മരത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ ആക്കിയിട്ടാണ് നമുക്കിത് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഷിപ്പിംഗ് ആണ് വരണത്. അതായത് നമ്മൾ ഏത് സ്ഥലങ്ങളിൽ ഓൾ ഇന്ത്യയിൽ ഇത് നമുക്ക് ഡെലിവറി ഉണ്ട്. അത് ഹോം ഡെലിവറി ആണ്, നമ്മുടെ വീട്ടിലെത്തിച്ച് തരും. അപ്പോൾ ആ ഒരു സെറ്റപ്പാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. ഇതിൽ എത്ര സൈസ് അവർ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കാണിച്ചു തരാം. അതെങ്ങനെയാണ് അതിൻ്റെ സെറ്റിങ്ങും അതിൻ്റെ കാര്യങ്ങളും അതിനൊരു കംപ്ലൈൻറ്റ് ഇല്ലാത്ത കാര്യങ്ങളും എല്ലാം കാണാം നമുക്ക്. അപ്പോൾ നമ്മൾ എന്തായാലും ഓപ്പൺ ചെയ്യാൻ പോകും. അപ്പോൾ ഈ വന്നിരിക്കുന്ന ഒരു സ്റ്റൈലാണ് ഇപ്പോൾ കണ്ടത്. ഇതേപോലെ ബോക്സിലാക്കിയിട്ട് കേട്ടോ. ഇത് നമുക്ക് എവിടെ വേണമെങ്കിൽ എത്തിക്കാട്ടോ. ഓൾ ഇന്ത്യ ആണ് അവർ പറയണത്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ എത്തിച്ചു തന്നിരിക്കുന്നത് കേരള ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ആട്ടോ. ആ വെബ്സൈറ്റിൽ നിന്നാണ് ഇത് നമുക്കിവിടെ എത്തിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്നും കൂടിയും സേഫ്റ്റി ആക്കൂട്ടാ. ഇതിപ്പോൾ നമ്മളൊരു ഡെമോ കാണിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ എത്തിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ കൂടിയും പട്ട ഇങ്ങനെ സ്ട്രോങ് ആക്കാൻ വേണ്ടി മരത്തിൻ്റെ പട്ട വയ്ക്കും. അങ്ങനെ അവർ അതിൻ്റെ കറക്റ്റ് അതിൻ്റെ കവറിങ് ചെയ്തിട്ടാണ് കൊണ്ടുവരിക. അപ്പോൾ ഏകദേശം ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു സ്റ്റൈല്. അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോകട്ടെ. ഏതൊക്കെയാണ് അവർ കൊണ്ടുവന്നത് നമുക്ക് നോക്കാം. നമ്മൾ വേറെ വീഡിയോ മുന്നിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് അവർ അന്ന് കമ്പിയുടെ കൂടുണ്ടാക്കിയിട്ട് അതിലാണ്. അതിലപ്പോൾ 1-2 ഐറ്റം മാത്രം കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇതിലാവുമ്പോൾ കണ്ട കുറേ ഐറ്റം നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റും. അത് മാത്രമല്ല നമുക്ക് കമ്പി കൂടിൻ്റെ വെച്ച് കൊണ്ടുവരുമ്പോൾ നല്ല സേഫ്റ്റി ആയിട്ട് കൊണ്ടുവന്നിരുന്നത്. അതിന് ഹൈറ്റ് കുറവിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ 3 അടി ഹൈറ്റുള്ള ഒരു ചെടിയാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവർ പറഞ്ഞത് 6 അടി വരെ ഹൈറ്റുള്ള ചെടി നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാം. 6 അടി എന്ന് പറയുമ്പോൾ ഇത്രയ്ക്ക് ഹൈറ്റ് പൂത്തതും കാച്ചതും ആയാലും അങ്ങനെ അവർ കൊണ്ടുവന്ന് തരും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമുക്ക് നല്ല വലിയ ഫലവൃക്ഷങ്ങൾ വരെ ഇങ്ങനെ ഒരു കേടും കൂടാതെ നമ്മുടെ വീട്ടിലെത്തിച്ച് തരും. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്തിട്ട് തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ ഒരു ഗ്രീൻ നെറ്റ് പൊതിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇപ്പുറത്തോളം എടുക്കാം. കണ്ട ഇതേപോലെയാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഗ്രീൻ നെറ്റ് കൊണ്ട് മാറ്റി വെച്ചേ. നമ്മുടെ ചെടികൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ ഇവിടെ വന്നിട്ട് തന്നെ 2 ദിവസം 3 ദിവസം ആയിട്ടാ. നമ്മളിത് ഇവിടെ വെച്ചതാണ്. നമുക്ക് എന്താണ് ഇതിന്റെ രൂപം എന്നറിയണ്ടേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഫ്രഷ് ആയിട്ട് ഒരു നിങ്ങളുടെ വീടുകളിലേക്ക് എത്തില്ല എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഇത് ഒരാഴ്ച ആയാലും ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും. ഇതാണ് അതിൻ്റെ ഒരു സ്റ്റൈല്. കണ്ടില്ലേ നിങ്ങൾ? ഇതേപോലെ അവർ കവറിൽ ഇത് നമ്മുടെ മണ്ണ് നഴ്സറിയിൽ നിന്ന് കിട്ടുന്ന അതേ കവർ തന്നെയാണ്. അതിന് വീണ്ടും കവർ ചെയ്തത് മാത്രം. അതിന് മണ്ണ് ഒന്നും കളയണില്ല. കാരണം മണ്ണ് കളഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും വാടും. അങ്ങനെ വാടാതിരിക്കാൻ അതേ മണ്ണ് തന്നെ പാക്ക് ചെയ്ത് നനച്ച് ഇങ്ങനെ കൊണ്ടുവന്നാണ്. ഒരു 10-30 കിലോന്റെ മേലെ ഉണ്ട് കേട്ടാ ഇതിന്റെ വെയിറ്റ്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തതിനുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 7 ദിവസം കഴിഞ്ഞാൽ ഈ ചെടിക്ക് ഒരു വാട്ടവും പറ്റില്ല. അപ്പോൾ അത് നമ്മളിപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. എന്നാലും ആ ചെടിയുടെ ഫ്രഷ്നെസ് നോക്കിയേ. അപ്പോൾ അതും കൂടി കാണിക്കാനാണ് ഈ പാക്കിങ്ങും ഈ ഒരു സേഫ്റ്റിയിൽ ചെയ്യുന്നതാണ് ഇത് കാര്യങ്ങൾ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ ചെടികൾ നമുക്കൊരു കേടും കൂടാതെ നമുക്ക് കിട്ടണം. അതായത് ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ 1-2 ചെടിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ മണ്ണുത്തിയിൽ വില കുറവാന്ന് പറഞ്ഞ് നമുക്ക് തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് മണ്ണുത്തിലേക്ക് വരാൻ പറ്റും. ബാംഗ്ലൂര് തമിഴ്നാട്ടിൽ നിന്നൊക്കെ കുറെ പേര് വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്, അല്ലെങ്കിൽ വിളിക്കാറുണ്ട്. ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുക അവിടേക്ക് അയച്ചു തരണല്ലോ. അപ്പോൾ നഴ്സറിക്കാരെയൊന്നും വിളിച്ചിട്ട് അവർ അയക്കില്ല എന്ന് പറയണു. അപ്പോൾ എന്താ ചെയ്യാന്ന്? ഇപ്പോൾ നഴ്സറിക്കാരെ വിളിച്ചപ്പോൾ ചില നഴ്സറിക്കാർ ഇപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ലൈനിൽ പോകും. അത് അവർക്ക് പോകുന്ന സമയത്ത് അവരടുത്ത് പോയി അവർ പോകുന്ന സ്ഥലത്ത് നിന്ന് വിളിച്ച് മേടിക്കണം. അങ്ങനെയൊക്കെയാണ്. ഇതൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ ഡോർ ഡെലിവറിയാണ്. ഇനിയൊരു പ്രത്യേകത എന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡോർ ഡെലിവറി മാത്രമല്ല, നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി കൂടിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെത്തിയിട്ട് നമുക്ക് പൈസ കൊടുത്താൽ മതി. അപ്പോൾ അതൊരു ഗുണം തന്നെയല്ലേ. ഇപ്പോൾ ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറഞ്ഞില്ലേ, 449 രൂപ മുതൽ 4499 രൂപ വരെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിയാണ്. അതായത് അതിനുള്ളിൽ പർച്ചേസ് ചെയ്താൽ നമുക്ക് വീട്ടിൽ വന്നിട്ട്
പൈസ കൊടുത്താൽ മതി. ഇനിയിപ്പോൾ 4499 രൂപയ്ക്ക് മുകളിലുള്ള ഒരു ഐറ്റംസാണ് നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മളതിൻ്റെ പൈസ അടച്ചാലേ നമുക്കവർ ഷിപ്പിംഗ് ചെയ്യുള്ളൂ. ഇനി അതും മാത്രമല്ല, ഈ 449 രൂപയ്ക്ക് താഴെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിന് ഷിപ്പിംഗ് ചാർജ് വേറെ വരും. അല്ലെങ്കിൽ ഇവരെ വെബ്സൈറ്റിലുള്ള ആ ഒരു ചെടിക്ക് ഒരു റേറ്റ് ഇട്ടിട്ടുണ്ട്, അത് മാത്രമേ വരൂ. ഞാൻ നിങ്ങൾക്ക് വെബ്സൈറ്റ് കാണിച്ചു തരാം. www.keralagrown keralagrown.com ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അവരുടെ സൈറ്റ് വരും. സൈറ്റിൽ നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ ഇതാണ് ആ സൈറ്റിൻ്റെ ആ ഒരു പേജ് വരുന്നത്. 15% ഓഫുള്ള സാധനങ്ങൾ, ഇൻഡോർ പ്ലാന്റ്സ്, അതേപോലെ പിന്നെ ഫെർട്ടിലൈസർ, വെജിറ്റബിൾ സീഡ്, ഫ്ലവർ സീഡ്, ഫ്രൂട്ട് സീഡ്, എക്സസറീസ്, പോട്ട്, പെബിൾസ്. പിന്നെ നമുക്ക് പ്ലാന്റ് കാറ്റഗറീസ് വരുമ്പോൾ ജാക്ക് ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ 13 വെറൈറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ടൈം ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വെറൈറ്റികൾ വരും. ഇതിപ്പോൾ നോക്കിയാൽ കൃത്യമായിട്ട് എഴുതിൻ്റെ ആയുർജാക്ക് ഓൾ സീസൺ ഫ്രൂട്ട് പ്ലാന്റ് 2 അടി ഉള്ളതിനാണ് 561 പ്രൈസ് ഇട്ടിരിക്കുന്നത്. ഈ 561 രൂപയ്ക്ക് നമുക്ക് ഇന്ത്യയിൽ എവിടെയും അത് എത്തിച്ചു തരും. അതാണ്, അല്ലാണ്ട് ഇതിന് ഇനി വേറൊരു പ്രൈസ് വേറില്ല. ഇത് നമുക്ക് ഇൻക്ലൂഡഡ് ഇതിൻ്റെ ഡെലിവറി എല്ലാം അടക്കമാണ്. അപ്പോൾ നമ്മൾ ആയുർജാക്ക് കണ്ടു, അതുപോലെ ചെമ്പരത്തി വരിക, അവിയാർക്ക് ജാക്ക്, ഇങ്ങനെ ഇഷ്ടം പോലെ ജാക്കിൻ്റെ വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഏതൊക്കെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മളൊന്ന് ബാക്ക് പോയാൽ പിന്നെ വേണ്ട മാംഗോയുടെ വെറൈറ്റി, അത് മാംഗോയുടെ വെറൈറ്റി വേണമെങ്കിൽ അത് എടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഗുവാര വെറൈറ്റി. അപ്പോൾ ഇങ്ങനെ ഏത് വെറൈറ്റി നമുക്ക് വേണമെങ്കിലും ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഓർഡർ ചെയ്യാം. ഫ്രൂട്ട് പ്ലാന്റ്സ് മാത്രമല്ല കേട്ടാ, നമുക്ക് എല്ലാ തരം ചെടികളും വിത്തുകളും വളങ്ങളും എല്ലാം കിട്ടും. ഇനി അത് മാത്രമല്ല, ഞാൻ അവരെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നേരിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവർ എത്തിച്ചു തരണം. ഇങ്ങനെ ഷിപ്പിംഗ് അല്ലാതെ തന്നെ നേരിട്ട് ഒരു വണ്ടിയിൽ എത്തിച്ചു തരും. ഒരുവിധം സ്ഥലത്തൊക്കെ അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അത്ര അധികം എടുക്കുന്നവരാണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് വണ്ടികളുണ്ട്. അപ്പോൾ ചെറുതും വലുതുമായി വണ്ടികളുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് വീട്ടിലെത്തിച്ചു തരും. അപ്പോൾ അതിന് ചാർജ് അപ്പം വേറെയാണ്. അപ്പോൾ ഇതിൽ കാണുന്ന മാതിരിയല്ല. അപ്പോൾ അത് നേരിട്ട് അവരെ നമ്പറിൽ വിളിച്ച് ഞങ്ങൾക്ക് ഇന്നത് വേണം എന്ന് പറഞ്ഞാൽ അത് ചെയ്തു തരും. ഇനി നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് നഴ്സറി ഉണ്ട്. അവിടെ പോയിട്ട് വില ചോദിച്ചിട്ട് ആ വിലയല്ല ഈ വില എന്ന് പറഞ്ഞിട്ട് ആരും ഒന്നും കമൻറ്റ് ചെയ്യാനൊന്നും വരണ്ട. അത് ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് പറയാം. തൊട്ടപ്പുറത്തെ നഴ്സറിയിൽ കിട്ടുന്ന വിലയ്ക്ക് എന്തായാലും കിട്ടില്ല. കാരണം നഴ്സറിയിലെ വിലക്ക് കിട്ടില്ല. ഇവര് നഴ്സറി പോയിട്ടാണ് അവിടെ നിന്നാണ് കളക്ട് ചെയ്യണത്. അവരെ ഇവിടെ എല്ലാ നഴ്സറികളിലും പോയി നല്ല പ്ലാന്റ് കളക്ട് ചെയ്ത് അത് കഴിഞ്ഞ് ഇങ്ങനെ പാക്ക് ചെയ്ത് ഇതൊക്കെ അയക്കുമ്പോ അതിന്റെ പൈസയും കൂടി അതിന്റെ കൂടെ കൂടുതൽ. അതായത് ഇത് കൊറിയർ അല്ല ചെയ്യുന്നത്, അതായത് ഷിപ്പിംഗ് ആണ്. അപ്പൊ കൊറിയറിനെക്കാട്ടിയും കൂടുതൽ പൈസ വരും. അതുകൊണ്ടാണ് ആ പൈസ അടക്കം കൂട്ടിയിട്ടാണ് ചെടിക്ക് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഒരു ചെടിയുടെ വില കാണുമ്പോൾ വേഗം വന്ന് കമന്റ് അടിക്കാൻ പലരും വരും. അതായത് ഇത് നഴ്സറിയിൽ ഇത്ര ഇല്ലല്ലോ എന്ന്. അപ്പൊ നഴ്സറിയിൽ തൊട്ടടുത്ത് നഴ്സറിയുള്ളവർ ആരും ഇങ്ങനെ മേടിക്കാൻ പരിശ്രമിക്കേണ്ട കാര്യമില്ല. അവർക്ക് നേരെ പോയാൽ നഴ്സറിയിൽ നിന്ന് മേടിക്കാവുന്ന കാര്യമുള്ളൂ. ഇത് അങ്ങനെ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. അപ്പൊ നമുക്കിനി ഇത് ഒന്ന് അഴിച്ചതൊക്കെ പുറത്തേക്ക് എടുത്ത് നോക്കാട്ടെ ഏതൊക്കെയാണ്. ഒരു കംപ്ലൈന്റ് ഇല്ലാതെ നമുക്ക് ചെടികൾ എത്തൂട്ടാ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 3 ദിവസമായിട്ട് നോക്കി പുറത്തേക്ക് ഇടുമ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാം. പിന്നെ അതും മാത്രമല്ല, പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവര് സെലക്ട് ചെയ്ത പ്ലാന്റ്സ് നമുക്ക് അയക്കനാട്ടി മുപ്പാട് കാണണം എന്ന് പറഞ്ഞാൽ അത് കാണാനുള്ള സൗകര്യം കൂടി അവർ ചെയ്തു തരും. അവർ വാട്സാപ്പ് ചെയ്ത് തരും. അത് ഞാൻ ചോദിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച്. കാരണം നമുക്ക് പൂത്തതും കാച്ചതും വേണമെങ്കിൽ അതുവരെ അവർ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ പൂത്തതും കാച്ചതും നല്ല തയ്യാണോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് നോക്കിയേ, ഇതാണ് സിൽവർ ബെറി. ഇതിന് പേര് എഴുതിയിട്ടുണ്ട്. ബാക്ക് സൈഡ് സിൽവർ ബെറി. ഇതെങ്ങനെയായിരിക്കും? സിൽവർ കളർ ആയിരിക്കും ലീഫിന്റെ. അപ്പോൾ നമുക്ക് ഈ സിൽവർ ബെറിനെ ഒന്ന് തുറന്ന് നോക്കാട്ടോ. എന്തായാലും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നല്ല നനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞില്ല. അപ്പോൾ അതുകൂടി എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്യണമല്ലോ. നമുക്ക് ഇത് എങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നത് നോക്കാം. കറക്റ്റ് നമുക്ക് നോക്കിയാ നമ്മുടെ ഇതിലേക്ക് കിട്ടുന്ന കവർ, അതായത് നഴ്സറിയിൽ നിന്ന് വരുന്ന അതേപോലെ, അല്ലാണ്ട് ഇത് വേറെ ഒന്നും ഒരു ചെയ്യുന്നില്ല. നഴ്സറിയിൽ നിന്ന് എടുത്തിട്ട് ഇത് നോക്കിയപ്പോ 3 ദിവസം കഴിഞ്ഞിട്ട് ചകിരിച്ചോറൊക്കെ കണ്ട വെച്ച് നനവ് കണ്ട മുകളില് ചകിരിച്ചോറൊക്കെ വെച്ചിട്ട് നനവ് നിൽക്കാൻ കണ്ട. നല്ല നനവ് എപ്പോഴും നോക്കിയേ, നല്ല നനവോട് കൂടി ഇരിക്കണ. പിന്നെ ഇപ്പോൾ ആർക്കെങ്കിലൊക്കെ ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാവും, ഇതിനിപ്പോൾ ഇത്രയ്ക്കൊക്കെ പാക്ക് ചെയ്യണ, ഇതിപ്പോൾ ഇതേപോലെ ഇത് ഈ മണ്ണ് കളഞ്ഞ് കുറച്ചുകൂടെ എന്നൊക്കെ ചിലപ്പോൾ ചോദ്യങ്ങളൊക്കെ വരാം. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, അതൊക്കെ പറഞ്ഞ് ഇതിൻ്റെ വെയിറ്റ് കുറച്ച് ഈ ഐറ്റം വീട്ടിലെത്തുമ്പോൾ ഈ ചെടി പാടെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അവർ അതിനെക്കുറിച്ച് പിന്നെ പറയാതാണ് ചെടി നന്നായി വരണ്ടേ, ചെടി നല്ലതാണെങ്കിലല്ലേ നമുക്ക് ഇതുകൊണ്ട് ഉപകാരമുള്ളൂ. അപ്പോൾ
എല്ലാം നന്നാവണം. അപ്പം അതാണ് അതിൻ്റെ ആവശ്യം. അല്ലാണ്ട് നമ്മൾ ഈ മണ്ണ് കളഞ്ഞിട്ട് ചെടി മാത്രം തന്നിട്ട് അവിടെ വാടി വന്നു കഴിഞ്ഞാൽ ഈ പറയുന്നവരൊക്കെ മാറ്റി പറയും നല്ല രീതിയിൽ ചെടി വേണമെന്ന്. അപ്പോൾ ഇതെല്ലാം ഒത്തിണങ്ങിയിട്ടുള്ളൊരു ഇതിലാട്ടത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ അടുത്തത് എടുക്കാം. അടുത്തത് നമുക്ക് വന്നിട്ടുള്ളത് എസ്കാർലെറ്റ് ജബോട്ടിക്കാവ. അതെ നോക്കിയേ, നല്ല തയ്യാട്ടാ. 6 എണ്ണം കേട്ടോ ഈ ബോക്സിൽ. ഇപ്പോൾ ഈ ഒരു സൈസിൽ നമുക്ക് 6 എണ്ണം അവർക്ക് അയക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഹൈറ്റ് കൂട്ടണേ നമുക്ക് ഹൈറ്റ് കൂട്ടാട്ടോ, വലിയ തൈകള്. ഇതിപ്പോൾ ഈ ഒരു സൈസിലാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. എണ്ണം കൂട്ടണമെങ്കിലും ഇത് നോക്കിയാൽ അടുത്തത് നോക്കിയാൽ നിങ്ങൾ, അടുത്തത് ഇത് റംബുട്ടാനാണ്. റംബുട്ടാൻ്റെ നല്ലൊരു തയ്യാണ് ഇത്. റംബുട്ടാൻ്റെ മഹർലിംഗ എന്ന് പറഞ്ഞൊരു മോഡലാട്ടോ, ഒരു വെറൈറ്റി മോഡലാണ് ഇപ്പോഴത്തെ ഇത്. ഇതിൻ്റെ ഒരു കട നോക്കിയാൽ നിങ്ങൾ, എത്ര മണ്ണാന്ന് നോക്കിയതിൽ. ഒരടിക്ക് തന്നെ കവറുണ്ട്, വലിയ കവറിൽ മണ്ണ് ഫുള്ളായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് കൊണ്ടുവരണേ. ഇത് മണ്ണൊക്കെ കളഞ്ഞിട്ട് സിമ്പിളായിട്ട് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടി വാടി പോകും. അതുകൊണ്ടാണ് നമുക്ക് ചെടി ഏറ്റവും നല്ല ക്ലിയറിൽ കിട്ടുന്നത്. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നവർ. ഇത് വലിയ പ്ലാന്റ്, നല്ല വെയിറ്റാ അതിനുള്ളിൽ. അടുത്തതും ഒരു ഇത് തന്നെയാ, റംബുട്ടാൻ തന്നെയാട്ടാ, വേറെ വെറൈറ്റി. റംബുട്ടാൻ്റെ ബിഞ്ചായി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആട്ടാ. അതും വേണ്ട, ചെടികളൊക്കെ 2 അടിക്ക് മേലെ ഹൈറ്റ് ഉണ്ട്. പിന്നെ നല്ലൊരു മാവ്, മാവിന്റെ തൈ 2 അടി മേലെ ഹൈറ്റുള്ള മാവിന്റെ തൈയാണ്. അതേതാ മാവ്? പ്രിയൂരാണ് കേട്ടോ. നാട്ടുമാവില് പെടുന്ന മാവാണ് പ്രിയൂരിന്റെ ഒരു തൈ. പിന്നെ ഞാൻ പറഞ്ഞുകൂടിയുണ്ട്, ഇത് ലിപ്പോട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലിപ്പോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു തയ്യാട്ടാ. ഇപ്പൊ ഇത് നിങ്ങൾ നോക്കണ്ട, ഇതിപ്പോ ഒരു ഡെമോക്ക് വേണ്ടിയിട്ട് ഇതിൽ വെച്ചിട്ടുള്ളതാണ്. നമുക്ക് ആവശ്യമുള്ള നല്ല നല്ല തൈകൾ നമുക്ക് പറയാം, സെലക്ട് ചെയ്യാം. അതൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു കേടും കൂടാതെ ശരിക്കും ഇങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ പൂത്തതും കാച്ചതിൻ്റെ വരെ ഒരു കായ പോലും കൊഴിഞ്ഞു പോവാതെ നമുക്ക് എത്തും. അതാണ് ഏറ്റവും വലിയ ഗുണം. ഇപ്പൊ ഈ ഫ്രെയിം കണ്ട നിങ്ങൾ, ഇതിപ്പോ നല്ല വെയിറ്റാണ്, നല്ല തടി കൊണ്ടുണ്ടാക്കിയ ഫ്രെയിമാണ്. ഇതിപ്പോ ശരിക്കും ഒന്നുകൂടി വരുമ്പോൾ ഇതിന്റെ ഇടയിലൊക്കെ പട്ടകൾ വരും കേട്ടോ. ഇതിപ്പോ നമുക്ക് ഇവിടെ കാണിക്കാനായ കാരണം കുറച്ച് പട്ടകൾ കുറച്ചു എന്ന് അവർ എന്നോട് പറഞ്ഞേ. അപ്പോൾ നിങ്ങൾക്ക് വീടുകളിലേക്കും അല്ലെങ്കിൽ എവിടേക്കാണെങ്കിൽ വരുന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ സേഫ്റ്റി ആയിരിക്കും. ഒരു കംപ്ലൈൻറ്റും വരില്ല എന്നൊരു ഗ്യാരണ്ടിയാണ്. പിന്നെ നമുക്ക് പറഞ്ഞില്ലേ 4499 രൂപ വരെയുള്ളത് ക്യാഷ് ഓൺ ഡെലിവറിയാണ്. അപ്പോൾ ധൈര്യമായിട്ട് വരുത്താം നമുക്ക്. പിന്നെ ആ ഒരു കാര്യം പറയാനുള്ളത്, വന്നു കഴിഞ്ഞിട്ട് അയ്യോ വേണ്ട എന്ന് പറയരുത് കേട്ടോ. അങ്ങനെ ഒരു അനുഭവം ഒരു പങ്കുവെച്ചു. ചിലർ വന്നു കഴിയുമ്പോൾ വെറുതെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ എത്തുമ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് നമ്മുടെ ആൾക്കാർ, അങ്ങനെയാണ്. ചിലപ്പോൾ അതിനൊക്കെ നെഗറ്റീവായിട്ട് ചെയ്യും. അതായത് നെഗറ്റീവായിട്ടൊന്നും അതിന് ചെയ്യരുത്. ഇവർ നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം. വേണ്ട കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മുടെ വീടുകളിൽ വെച്ച് നല്ല ഫ്രൂട്ട് പാൻസൊക്കെ വെച്ച് വീടൊക്കെ നല്ല വിദേശ പഴങ്ങളെ കൊണ്ട് നിറയ്ക്കാം നമുക്കിനി. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇവരായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ വെബ്സൈറ്റിൽ എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ ഓർഡർ കൊടുത്താലും കുഴപ്പമില്ല. നേരിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്ക് ഏതായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഏറ്റവും നല്ല നേഴ്സറികളിൽ പോയിട്ട് അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമുക്കിത് അയച്ചു തരണത്. അല്ലാണ്ട് ഇത് മൊത്തം അവർ ചെയ്യുന്നതല്ല. അപ്പം നല്ല നല്ല സ്ഥലങ്ങളിൽ നിന്ന് നല്ല നല്ല ചെടികൾ അവർ സെലക്ട് ചെയ്ത് തരും. അത് നമ്മൾ പറയുന്നതനുസരിച്ച്, ഇപ്പോൾ എനിക്ക് പൂത്തതും കാച്ചതും വേണമെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്ത് തരും. ഞാൻ പ്രാവശ്യം പറഞ്ഞിരുന്നു, അതിൻ്റെ ഫോട്ടോസ് വേണമെങ്കിൽ ആവശ്യപ്പെട്ട വാട്സാപ്പ് ചെയ്ത് തരും. അതൊക്കെയാണ് ഇവർ അയച്ചു തരിക. അപ്പോൾ കേരള ഗ്രോൺ എന്ന് പറഞ്ഞ ആ വെബ്സൈറ്റിൽ നിങ്ങൾ കയറുക, അല്ലെങ്കിൽ അവരുടെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങൾക്ക് എല്ലാം കാര്യങ്ങൾ ചെയ്തു കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ്. ഏത് വീഡിയോ ചെയ്താലും അതിൽ കുറേ പേര് വന്നിട്ട് വളരെ സങ്കടത്തോടെ കമൻ്റ് അടിക്കാറുണ്ട്. അയ്യോ ഇത് ഇത്രയും ദൂരമല്ലേ, ഞങ്ങൾക്ക് എന്താ കാര്യം, വെറുതെ കാണാമെന്ന് മാത്രമേ ഉള്ളൂ, അവിടെ നിന്ന് മേടിക്കാനൊന്നും പറ്റില്ല എന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാനും വിഷമിക്കേണ്ട, സ്വന്തം വീട്ടിലിരുന്നാൽ മതി. നിങ്ങളുടെ വീട്ടുപടിക്കൽ ഡോറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഫ്രൂട്ട് പാൻസ്, പിന്നെ A to Z ഇട്ടാ ആ ഒരു മറ്റേ വെബ്സൈറ്റിൽ കാണുന്ന എല്ലാ ഐറ്റംസും നിങ്ങളുടെ ഡോറിലെത്തും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്യാൻ മറക്കരുത്. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.